പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പൂർത്തിയായ ശേഷം സ്പീക്കർ ഓം ബിർല ലോക്സഭയിലെ നേതാക്കൾക്ക് നൽകിയ ചായ സൽക്കാരത്തിൽ നിരവധി കൗതുകങ്ങൾ. തൊഴിലുറപ്പ് ഭേദഗതി ബില്ലടക്കം അവതരിപ്പിച്ച സമ്മേളനത്തിലെ പ്രക്ഷുബ്ധാവസ്ഥ മറന്ന് സൗഹാർദ്ദപരമായിരുന്നു യോഗം. രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച പ്രിയങ്ക ഗാന്ധിയാണ് പങ്കെടുത്തത്. വയനാട് MP ആയ ശേഷം മലയാളം പഠിച്ചോ എന്ന മോദിയുടെ ചോദ്യത്തിന് ഉവ്വെന്ന് പ്രിയങ്ക ഗാന്ധിയുടെ മറുപടി. ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം മൂലമുള്ള അലർജി തടയാൻ വയനാട്ടിൽ നിന്നുള്ള ഔഷധ സസ്യം സേവിക്കുന്നുണ്ടെന്നും പ്രിയങ്ക പറഞ്ഞു. വയനാട് അത്തരം ഔഷധ സസ്യങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് മോദി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിയുടെ ജോർദാൻ, എത്യോപ്യ, ഒമാൻ പര്യടനത്തെക്കുറിച്ച് പ്രിയങ്ക ആരാഞ്ഞപ്പോൾ നല്ല യാത്രയായിരുന്നുവെന്നായിരുന്നു മോദിയുടെ മറുപടി. പ്രേമചന്ദ്രൻ നന്നായി ഗൃഹപാഠം ചെയ്തിട്ടാണ് സഭയിലെത്തുന്നത്. പാർലമെന്ററി നടപടികളിൽ മികച്ച ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് മോദി പ്രശംസിച്ചു. RSP നേതാവ് NK പ്രേമചന്ദ്രൻ MP അഭിനന്ദിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി. പ്രേമചന്ദ്രൻ തങ്ങൾക്ക് മാതൃകയാണെന്ന് പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അർജുൻ റാം മേഘ്വാൾ എന്നിവരും പ്രേമചന്ദ്രന്റെ പ്രകടനത്തെ പുകഴ്ത്തി. ശീതകാല സമ്മേളനം എങ്ങനെയുണ്ടായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നേതാക്കളോട് ചോദിച്ചപ്പോൾ പ്രധാന ബില്ലുകൾ പെട്ടെന്ന് അവതരിപ്പിച്ചതിനാൽ പഠിക്കാൻ സമയം ലഭിച്ചില്ലെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. ശീതകാല സമ്മേളനത്തിൽ ദിവസങ്ങൾ കുറഞ്ഞത് സമാജ്വാദി പാർട്ടി നേതാവ് ധർമ്മേന്ദ്ര യാദവ് ചൂണ്ടിക്കാട്ടിയപ്പോൾ പ്രതിപക്ഷത്തിന്റെ തൊണ്ടയുടെ രക്ഷയെ കരുതി മനഃപൂർവ്വം കുറച്ചതാണെന്ന് പ്രധാനമന്ത്രിയുടെ മറുപടി ചിരി പടർത്തി. കൂടുതൽ ദിവസം സമ്മേളനം വെച്ചാൽ കൂടുതൽ പ്രതിഷേധിച്ച് തൊണ്ട കേടാകില്ലേ എന്നും പറഞ്ഞു. പഴയ പാർലമെന്റിലേതുപോലെ ഒഴിവു സമയങ്ങളിൽ ഇരിക്കാൻ സെൻട്രൽ ഹാൾ വേണമെന്ന ആവശ്യത്തോട് പ്രവർത്തിക്കേണ്ട സമയമാണിതെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം.